മോഹൻലാലിൻ്റെ ആ പോസ്റ്റ് താങ്കൾ വായിച്ചു കാണുമല്ലോ, ആ പോസ്റ്റോടുകൂടി എന്താണ് സമരസപ്പെടുന്നത്, ആരോടാണ് സമരസപ്പെടുന്നത്? അപ്പോൾ എല്ലാം ഇനി കലാകാരന്മാർക്ക്, ഭാവിയിലെ എഴുത്തുകാർക്ക്, സിനിമ നിർമ്മിക്കുന്നവർക്ക്, ടീമുകൾക്ക്, ഒരുപാട് പുതുമുഖ താരങ്ങൾ, പുതുമുഖ എഴുത്തുകാരൊക്കെ വരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ ശ്രീ സന്ദീപ് വാര്യർ, അതെന്താണ്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയ ആളുകൾക്ക് അവരുടെ നേർക്കായി വലിയ ഭീഷണി കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സിനിമാ നിർമ്മാതാക്കൾ മാത്രമല്ല, മറ്റു പല ബിസിനസ്സുകളും ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് നേരെ കേന്ദ്ര ഏജൻസികളുടെ ഭീഷണിയും ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുണ്ടാക്കിയ സമ്മർദ്ദം അത് മറികടക്കാൻ മോഹൻലാൽ എന്ന കലാകാരന് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, അവർ വലിയ ഭയപ്പാടിലായിരുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യമാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായം പറയുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുക, വരുതിക്ക് നിൽക്കാത്തവരെ ഭയപ്പെടുത്തുക, എതിർക്കുന്നവരെ ജയിലിലേക്ക് അയക്കുക എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒടുവിലത്തെ ഇരയായി ഒരു മലയാള സിനിമ മാറിയ ഏറ്റവും ഗതികെട്ട സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കേരളത്തിലെ പൊതുസമൂഹമോ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നയാളായിക്കോട്ടെ, രാഷ്ട്രീയമില്ലാത്ത ആളായിക്കോട്ടെ, കേരളത്തിലൊരു ഒരു സാഹിത്യ സൃഷ്ടി, ഒരു സർഗ സൃഷ്ടി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുകയില്ല. കേരളം ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. കേരളം ഒരു പുരോഗമന. സന്ദീപ് വാര്യർ, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്താണ്? ഒരു ബാലൻസിങ് വേണമെന്ന്. ഒരു എഴുത്തുകാരന്റെ സർഗാത്മകത, അതിനോട് അവൻ എങ്ങനെ നീതി പുലർത്തിക്കൊണ്ട് എല്ലാവരെയും തൃപ്തിക്കൊണ്ട് അവന്റെ കാഴ്ചപ്പാടിനെ, ധാരണകളെ, അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് അത് എങ്ങനെ നടക്കും ശ്രീ സന്ദീപ് വാര്യർ? അല്ല, ഒരു സിനിമയിൽ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ സന്ദേശം എന്ന സിനിമ എങ്ങനെയാണ് ശ്രീനിവാസന് എഴുതാൻ കഴിയുക? സന്ദേശം എന്ന സിനിമയിൽ ഈ അന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ സരസമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അത് കോൺഗ്രസുകാരും CPM-കാരും ഒരുപോലെ ആസ്വദിച്ചിരുന്ന് കണ്ടൊരു സിനിമ കൂടിയാണ് സന്ദേശം എന്ന സിനിമ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അതിൽ കൃത്യമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഷാജി കൈലാസിന്റെ അടക്കം എത്രയോ സിനിമകൾ കേരളത്തിലുണ്ടല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ, പത്ര മുതലാളിമാരെ, മാധ്യമപ്രവർത്തകരെ, വിവിധ തുറകളിൽപ്പെട്ട നമുക്ക് പരിചയമുള്ള ആളുകളെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഉള്ള ആളുകളെ അത്തരം സിനിമകളിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും ഒരു സിനിമയോടും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വിരട്ടുകയോ എഴുത്തുകാരനെ ഭീഷണിപ്പെടുത്തുകയോ അവരെ ആക്രമിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഏകലവ്യൻ സിനിമ എടുത്ത് പരിശോധിക്കൂ. അതിനുശേഷം വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ രഞ്ജി പണിക്കർ സിനിമകൾ എടുത്ത് പരിശോധിക്കൂ. മമ്മൂട്ടിയുടെ ദ കിങ് എന്ന സിനിമ എടുത്ത് പരിശോധിക്കൂ. അതാത് കാലത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ പ്രതിനായക സ്ഥാനത്ത് നിർത്തിയിട്ടോ അതല്ലെങ്കിൽ അത്യന്തം ഹീനമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിർത്തിയിട്ടോ ഒക്കെയാണ് അത്തരം സിനിമകൾ വന്നിട്ടുള്ളത്. ആ സിനിമകൾ വന്നതുകൊണ്ട് ആ നേതാക്കൾക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ മോഹൻലാലിന്റെ ആ FB പോസ്റ്റിന്റെ അടിയിലെ കമന്റുകൾ 1.3K കമന്റുകളായിട്ടുണ്ട്. അതിൽ ഏകദേശമൊക്കെ വായിച്ചു നോക്കുമ്പോൾ അത് പലരും നേരത്തെ ഞങ്ങൾ നൽകിയ ഒരു ബഹുമാനം അത് താങ്കൾ തന്നെ ഇല്ലാതാക്കുന്നു, ലഹസിക്കേറ്റ മങ്ങലാണ് എന്ന് ഭൂരിപക്ഷം അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ നോക്കുമ്പോൾ അദ്ദേഹം ഇട്ട വരികൾ, കാരണം ഒരു ലൂസിഫറിലൂടെയോ അല്ലെങ്കിൽ ഒരു എമ്പുരാനിലൂടെയോ അവതരിച്ച വ്യക്തിയല്ല നടൻ മോഹൻലാൽ. 4 പതിറ്റാണ്ടിലേറെ നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ചേക്കേറിയ പാരമ്പര്യമുള്ള ഒരു പരിണിതപ്രജ്ഞനായ പ്രൗഢിയുള്ള ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ വാചകങ്ങളെ ഒരു മെച്യൂരിറ്റി എന്ന നിലയിലാണോ കാണേണ്ടത്? കാരണം ഇത്തരം വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല. അവിടെ ഒരു മെച്യൂരിറ്റി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു എഴുത്താണോ, അതല്ല പൂർണ്ണമായും ഒരു സമ്മർദ്ദത്തിലേക്ക് അടിമപ്പെട്ടവന്റെ എഴുത്തായിട്ടാണോ അങ്ങ് കാണുന്നത്? അല്ല, മോഹൻലാൽ ഒരു കലാകാരനാണ്, മഹാനടനാണ്. തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് ഏറെ ഇഷ്ടമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സിനിമകൾ എന്ന് ഞാൻ കരുതുന്ന സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തത് എന്റെ ഗ്രാമത്തിന്റെ പരിസര പ്രദേശങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തിപരമായി തന്നെ മോഹൻലാലുമായി വലിയ സ്നേഹവും ആദരവും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് പോലെ ഒരു അതിമാനുഷ കഥാപാത്രമൊന്നുമില്ല. അദ്ദേഹം ഒരു കലാകാരനാണ്. ആ കലാകാരന്റേതായിട്ടുള്ള മാനസിക വ്യഥയിലൂടെയും അല്ലെങ്കിൽ സമ്മർദ്ദത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തി മാത്രമാണ്, സാധാരണ മനുഷ്യനാണ്. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ഒരു അതിമാനുഷ കഥാപാത്രമോ കടുവയെ പിടിക്കാൻ കഴിയുന്ന പുലിമുരുകനോ അതല്ലെങ്കിൽ 1000 ആളുകളെ അടിച്ചു പറത്താൻ കഴിയുന്ന ഇന്ദുചൂടനോ ഒന്നുമല്ല അദ്ദേഹം. അദ്ദേഹം ഒരു മനുഷ്യനാണ്. അപ്പൊ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മോഹൻലാലിന്റെ മേലും സമ്മർദ്ദം ഉണ്ടായിരിക്കാം. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ
അവരുടെ അന്വേഷണ ഏജൻസികളുടെ അവരുടെ വലിയ തോതിലുള്ള മസിൽ പവറിന്റെ മണി പവറിന്റെ ഒക്കെ സമ്മർദ്ദം അദ്ദേഹത്തിന് മുകളിലും ഈ സിനിമ നിർമ്മിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള മറ്റാളുകളുടെ മേലും ഉണ്ടായി എന്ന് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഹൻലാൽ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും രീതിയിൽ മലയാളികളെ വഞ്ചിച്ചു എന്നല്ല, പക്ഷെ അദ്ദേഹം ഉൾപ്പെടെയുള്ള മഹാകലാകാരന്മാരെ മലയാളികൾ ആദരിക്കുന്ന കേരളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള മോഹൻലാലിനെ പോലെ ഒരു കലാകാരനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമ, മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ തിരുത്തപ്പെടേണ്ടി വന്നു. അതിനെ എഡിറ്റ് ചെയ്തതിനു ശേഷം മാത്രം കേരളം പോലെ ഒരു പുരോഗമന സമൂഹത്തിൽ പ്രദർശിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക്, ഗതികെട്ട കാലത്തേക്ക് കേരളം പോയി എന്നുള്ളതാണ് മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും അപമാനകരമായിട്ടുള്ള വസ്തുത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഹൻലാലിനെ പോലെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഒരു 80കളിൽ മുതലുള്ള തലമുറയ്ക്കറിയാം, മോഹൻലാലും മമ്മൂട്ടിയും യേശുദാസും ഒക്കെ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഒരു സൗഭാഗ്യമായി കരുതുന്നവരാണ്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പോലെ നമ്മൾ ഒരു മലയാളികൾ പൊതുവെ ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് പോലും അവരുടെ ഒരു സാഹിത്യ സർഗ സൃഷ്ടി കേരളത്തിൽ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം മാറി. അത് മലയാളികൾ മാറിയത് കൊണ്ടോ കേരളം മാറിയത് കൊണ്ടോ അല്ല, രാജ്യത്തെ രാഷ്ട്രീയം മാറിയപ്പോ BJPക്ക് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് തെമ്മാടുത്തവും എന്ത് ധാർഷ്ട്യവും കാണിക്കാം എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോ ഇവിടുത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ചെയ്യുന്നതിന്റെ മറ്റൊരു പതിപ്പ് കേരളത്തിലും കണ്ടു എന്നുള്ളതാണ്. അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ BJPക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയത് കൊണ്ട്, പൊതുസമൂഹം മുഴുവൻ എതിരായതുകൊണ്ട് മോഹൻലാലോ ഗോകുലം ഗോപാലനോ അതല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ പൃഥ്വിരാജ് സുകുമാരനോ പിന്മാറിയതല്ല, മറിച്ച് കേന്ദ്ര അധികാരത്തിന്റെ ധാർഷ്ട്യം വെച്ച് അതിന്റെ അസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിലെ ഒരു സർഗ സൃഷ്ടിയെ, കേരളത്തിന്റെ ഒരു സർഗ സൃഷ്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ, വെട്ടിത്തിരുത്താൻ, വെട്ടിമുറിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിന് ലജ്ജാകരമാണ്. കേരളം ഇന്നുവരെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പുരോഗമന ആശയങ്ങൾക്ക് അതിന്റെ കടക്കലേറ്റ ഒരു മുറിവാണ് എന്ന് ഞാൻ പറയും. തീർച്ചയായും. വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ.